അപ്പോൾ നമുക്കിന്ന് പെരുമാതുറ മുതലപ്പുഴയിലോട്ട് പോകാം. മുതലപ്പുഴയിൽ പോകുന്ന വഴിക്ക് കാണുന്ന ഒരു ഫേമസ് പള്ളിയാണ് ഇത്, വേളി പള്ളി. അപ്പോൾ ഈ മുതലപ്പുഴ എന്ന് പറയുന്നത് പെരുമാതുറയിലാണ്. പെരുമാതുറ എന്ന് പറയുമ്പം നമുക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് ഏകദേശം ഒരു 32 കിലോമീറ്ററോളം ഉണ്ട്. ഈ കഠിനംകുളം കായൽ അറബിക്കടലുമായിട്ട് ചേരുന്ന ഭാഗമാണ് ഈ മുതലപ്പുഴ എന്നുള്ള പേര് പറയണത്. അപ്പം ഈ കാണുന്നത് തന്നെയാണ് കഠിനംകുളം കായൽ. കഠിനംകുളം കായലിലെ ഈ രണ്ട് ഭാഗത്തുമായിട്ട് ഹാർബേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് രാവിലെയൊക്കെ വന്നു കഴിഞ്ഞാൽ മീൻ പിടിച്ചിട്ട് വരുന്ന വള്ളങ്ങളും ബോട്ടുകളും എല്ലാം ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടാകും. അപ്പോൾ രാവിലെയൊക്കെ വന്ന് നല്ല ഫ്രഷ് മീനൊക്കെ വാങ്ങി വീട്ടിൽ പോവാം. അപ്പോൾ ഈ കാണുന്നതാണ് മുതലപ്പുഴ പുലിമുട്ടിലോട്ട് പോകുന്ന സർവീസ് റോഡ്. അപ്പം നമുക്ക് കാറിൽ വരികയാണെങ്കിൽ ഇതോ ആ കാണുന്ന പോലെ കാറുകൾ അവിടെ പാർക്ക് ചെയ്യണം. ടൂ വീലറിൽ വരികയാണെങ്കിൽ ഇതാ ഞങ്ങളിപ്പോൾ പോകുന്ന പോലെ ഏകദേശം പുലിമുട്ടിൻ്റെ അങ്ങ് എൻഡ് വരെ നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാം. പിന്നെ മെറ്റൽ കിടക്കുന്നതുകൊണ്ട് ചെറിയൊരു സ്ലിപ്പറി ആണെന്നേ ഉള്ളൂ, അല്ലാണ്ട് എന്നാലും വലിയ ഡേഞ്ചറൊന്നുമില്ല, ഓടിച്ച് പോകാം. ഒരുപാട് പേര് അങ്ങനെ പോകുന്നുണ്ട്, കുഴപ്പമില്ല. വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. നമ്മൾ പോയപ്പോൾ വലിയ വെയിലൊന്നും ഇല്ല, ഏകദേശം ഒരു ഈവനിങ് ടൈമിലാണ് പോയത്. അപ്പോൾ വെയിലില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് നല്ല കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റി. എന്തായാലും നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് അവിടെ കുറേ ചേട്ടന്മാരും പിള്ളേരും എല്ലാവരും ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ ചൂണ്ട ശരിയായിക്കൊണ്ടിരിക്കുന്ന ചേട്ടൻ ഞങ്ങൾ വന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഒരു ഹമൂറാണെന്ന് തോന്നുന്നു, ആ ചേട്ടൻ്റെ ചൂണ്ടയിൽ കിട്ടിയായിരുന്നേ. ആ ചേട്ടൻ അതിന് നേരെ അവിടെ നിന്ന് കൊണ്ടുവന്ന് ബോക്സിലിട്ടിട്ട് വീണ്ടും വന്ന് ചൂണ്ട ശരിയാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിന്നപ്പോഴാണ് നല്ല ചൂട് കപ്പലണ്ടി കണ്ട്. പിന്നെ കപ്പലണ്ടി കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, 2 കപ്പലണ്ടി വാങ്ങി അവിടെ നിന്ന് അപ്പം തന്നെ ആ കപ്പലണ്ടി അങ്ങ് കഴിച്ച്. എന്നിട്ട് ഇതുവരെ വന്നിട്ട് കടലിൽ ഇറങ്ങാണ്ട് പോയാൽ മോശമില്ലേ, അതുകൊണ്ട് നേരെ ബീച്ചിലോട്ട് അങ്ങ് ഇറങ്ങി. നേരെ കാല് നനയ്ക്കാനായിട്ട് ഇറങ്ങിയെങ്കിലും ഫുള്ളും തിരിച്ച് നനഞ്ഞ് കുളിച്ചാണ് തിരിച്ച് കയറിയത്. എന്തായാലും എനിക്ക് തോന്നുന്നു പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല സൗകര്യമായിട്ട് പിള്ളേർക്ക് ഓടി കളിക്കാനും നമുക്ക് മിസ്സായി പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. അധികം തിരക്കൊന്നുമില്ല, അതുകൊണ്ട് തന്നെ പിള്ളേരെ മിസ്സായി പോകുന്നൊന്നും പേടിക്കേണ്ട. അത്യാവശ്യം നല്ലൊരു ബീച്ചായിരുന്നത്. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് അവിടെ ഒരു ബോട്ട് ഇതുപോലെ കടലിലോട്ട് കായലിൽ നിന്ന് പോകുന്നത് കണ്ട്, പൊഴിയിൽ കൂടെ. അപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ കഠിനംകുളം കായലും ഈ കടലോട്ട് ചേരുന്ന ഈ പൊഴി ഇത്തിരി ഡേഞ്ചറാണ്. അങ്ങനെ അത്ര ശാന്തമായിട്ടുള്ളൊരിതല്ല. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ബോട്ടുകൾ മറിയാറുണ്ട്, പത്രത്തിലും വാർത്തയിലൊക്കെ അത് കാണാറുമുണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ മുതലപ്പുഴ യാത്ര. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ.